നമസ്കാരം. അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ ആണവ അന്തർവാഹിനി പുറത്തിറക്കിയിരിക്കുന്നു. സമുദ്രത്തിനടിയിലെ യുദ്ധരംഗത്തെ നിയമങ്ങൾ തിരുത്തിയെഴുതാൻ ശേഷിയുള്ള ഈ കൂറ്റൻ ആണവ അന്തർവാഹിനിയുടെ പേര് K329 ഖബറോവ്സ്ക് എന്നാണ്. നോർത്തേൺ റഷ്യയിലെ സിയോഡിൻസ്ക് ഷിപ്പ്യാർഡിൽ നിന്നുമാണ് ഖബറോവ്സ്ക് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതൊരു സാധാരണ അന്തർവാഹിനിയല്ല. റഷ്യൻ നാവികസേനയുടെ അത്യന്തം രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രോജക്റ്റാണിത്. ആണവ റിയാക്ടറിന്റെ ഊർജത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കടലിനടിയിൽ അന്തരീക്ഷവുമായി ബന്ധമില്ലാതെ നിശബ്ദമായി സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ലോകത്തെ മിക്ക നിരീക്ഷണ സംവിധാനങ്ങൾക്കും ഇതിനെ കണ്ടെത്താൻ പ്രയാസമാണ്. എന്നാൽ ഖബറോവ്സ്കിനെ ലോകത്തിനു മുന്നിൽ ഒരു ഭീഷണിയായി നിർത്തുന്നത് അത് വഹിക്കുന്ന പൊസൈഡൻ ആണവ ഡ്രോൺ ടോർപിഡോയാണ്. പൊസൈഡൻ എന്നത് ഒരു റോബോട്ടിക്കായ അണ്ടർ വാട്ടർ വാഹനമാണ്. പരിധിയില്ലാത്ത ദൂരത്തേക്ക് ലക്ഷ്യത്തിലേക്കെത്താൻ ഇതിന് കഴിയും. 100 മെഗാടൺ വരെ ശേഷിയുള്ള ആണവായുധ പോർമുന വഹിക്കാനും ഇതിന് കഴിയും. ഇതിന്റെ ഏറ്റവും വലിയ ഭീഷണി ഇത് ഒരു ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ തീരദേശ നഗരങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ ശേഷിയുള്ള റേഡിയോ ആക്റ്റീവ് സുനാമി സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ്. പൊസൈഡൻ മറ്റ് മിസൈലുകളെ പോലെയല്ല. ഇത് കടലിന്റെ ആഴത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്കോ മിസൈൽ ഷീൽഡുകൾക്കോ ബാലിസ്റ്റിക് പ്രതിരോധ സംവിധാനങ്ങൾക്കോ ഈ ഡ്രോണിനെ കണ്ടെത്താനോ തകർക്കാനോ നിലവിൽ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ റഷ്യ ഇതിനെ ആർക്കും തടയാനാവാത്ത ശക്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിലവിൽ ബെൽഗോറോഡ് എന്ന മറ്റൊരു പ്രത്യേക അന്തർവാഹിനിക്കൊപ്പം റഷ്യയുടെ പസഫിക് ഫ്ലീറ്റിൽ പ്രവർത്തിക്കാനാണ് ഖബറോവ്സ്ക് ഒരുങ്ങുന്നത്. യുക്രൈനിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും റഷ്യ തങ്ങളുടെ പ്രതിരോധ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ടു പോകുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ അന്തർവാഹിനിയുടെ വരവ്. 2026 പൂർണ്ണമായി കമ്മീഷൻ ചെയ്യപ്പെടാൻ പോകുന്ന ഈ കടലിലെ രാക്ഷസൻ വരും വർഷങ്ങളിൽ ലോക രാഷ്ട്രീയത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്നാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.